ഹലോ. അപ്പോൾ ഞാനൊരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ചീമച്ചക്ക 2 മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരെണ്ണം ഞാനന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടേ. അത് കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒന്ന് തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തീയൽ വയ്ക്കാൻ പോവുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു ചീമച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ പകുതി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ തീയൽ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ചെത്തി എൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചീമച്ചക്ക നല്ലപോലെ തോലെല്ലാം കളഞ്ഞ് നല്ല ചെറുതായിട്ട് മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിന് മുറിച്ചാൽ മതി കേട്ടോ. കാരണം തീയലിന് വേണ്ടിയിട്ടാകുമ്പോൾ ഈ വലിപ്പത്തിന് മുറിച്ചാൽ മതി. അപ്പോൾ ഞാൻ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വറക്കാൻ വേണ്ടിയിട്ട്. ചിലർ വറുത്ത് വയ്ക്കും തീയൽ, അല്ലാതെ ചിലർ വറക്കാതെ പച്ച തീയലായിട്ട് വയ്ക്കും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ വറുത്തിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഇപ്പോൾ തേങ്ങയിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഇതേപോലെ വറുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഒരു 4-5 ചെറിയ ഉള്ളിയുണ്ട്. അതും കൂടി ഇതിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളർ ആവണം. എന്നിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ട് കേട്ടോ. അത് എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ. പെരിഞ്ചീരകം കൂടെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പെരിഞ്ചീരകം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണേ. അത് ചെറു തീയിലായിട്ടായിരിക്കുന്നത്. ഇതൊന്ന് ആ പച്ച മണം ഒന്ന് മാറിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മല്ലിപ്പൊടി അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇത് തേങ്ങ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ ഒരു പീസ് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി പുളി, ഒരുപാടൊന്നും ഇടാൻ പാടില്ല. ഇത്രയും ഒരു വലിപ്പത്തിനുള്ള പുളി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ചിലർ പുളി ഇടത്തില്ല. ഇടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇത്രയും പീസിൽ മതി കേട്ടോ. ഇത്രയും അളവിനുള്ള പുളി മതി. അപ്പോൾ തീയൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നീളത്തിനിങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ലാസ്റ്റ് കടുവറുത്ത് ഇടുമ്പോൾ അതിൻ്റെ കൂടെ വറുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ചീമച്ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി വെച്ച് ചീമച്ചക്ക ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചതും എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമേ പാടുള്ളൂ. തീരെ കുറയാനും പാടില്ല, ഒരുപാട് അങ്ങ് കൂടാനും പാടില്ല കേട്ടോ വെള്ളം. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചീമച്ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിരുന്ന കൂട്ടിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ തീരെല്ലാം നല്ലപോലെ തിളച്ച് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചീമച്ചക്ക തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുവൊക്കെ ഇട്ടു, വറ്റൽമുളകൊക്കെ ഇട്ട് കടുവൊക്കെ പൊട്ടി കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മണമെല്ലാം പോകും കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് അടച്ച് വയ്ക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീമച്ചക്ക തീയൽ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.